എല്ലാവർക്കും കുക്കുത്രിനിയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ളൊരു ബട്ടർ കേക്കിൻ്റെ റെസിപ്പിയാണ്. ബേസിക് ആയിട്ടുള്ളൊരു കേക്ക് റെസിപ്പി തന്നെയാണ്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്ക്. ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന അതേ അളവും അതുപോലെ തന്നെ അതേ രീതിയിലും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ എല്ലാവർക്കും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു കേക്കാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 1.5 കപ്പ് മൈദ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ബട്ടർ കേക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ മെഷറിംഗ് കപ്പിന് വടിച്ച് 1.5 കപ്പ് മൈദ നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. അപ്പോൾ 1.5 കപ്പ് മൈദയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ചേർക്കേണ്ടത് 1-2 എന്നുള്ള ഉപ്പാണ്. ഈ കേക്കിലേക്ക് നമ്മൾ ബേക്കിംഗ് സോഡയൊന്നും ചേർക്കുന്നില്ല. ഇനി ഈ മൈദയും ഉപ്പും ബേക്കിംഗ് പൗഡറും കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഒന്നെങ്കിൽ ഇതുപോലൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം 1-2 തവണ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമ്മുടെ കേക്കിന് വേണ്ടുന്നത് പഞ്ചസാരയാണ്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ മിക്സിങ് തുടങ്ങാം. അപ്പോൾ ഇതുപോലൊരു വലിയ ബൗൾ എടുത്ത് വയ്ക്കുക. അതിലേക്ക് 200 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ ചേർത്ത് കൊടുക്കണം. ബട്ടർ കേക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ചധികം ബട്ടർ വേണം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് അൺസോൾട്ടഡ് ബട്ടറാണ്. ഇനി നിങ്ങൾ ഉപ്പുള്ള ബട്ടറാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മൈദയിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തല്ലോ, ആ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാം. മൈദയിലേക്ക് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 100 ഗ്രാമിൻ്റെ വീതം 2 ഇതുപോലത്തെ ബട്ടറിൻ്റെ ബാറാണ് ഞാൻ ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഒരു ബീറ്റർ ഉപയോഗിച്ച് നന്നായിട്ടതൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. ഈ ബട്ടർ റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഫ്രിഡ്ജിലൊക്കെ ഇരിക്കുന്ന ബട്ടർ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ എടുത്ത് പുറത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഓർക്കുക. തണുത്ത ബട്ടറൊക്കെ നമ്മൾ കേക്കിലേക്ക് ഒരിക്കലും ചേർത്ത് കൊടുക്കരുത്. ഇപ്പോൾ ആ ബട്ടറെല്ലാം നമ്മൾ നന്നായിട്ടൊന്ന് മയപ്പെടുത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. നല്ലൊരു ക്രീമി ടെക്സ്ചർ ആയിരിക്കണം ബീറ്റ് ചെയ്ത് കഴിയുമ്പം. ഇപ്പോൾ ആ ബട്ടറും പഞ്ചസാരയും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുട്ടയാണ്. അപ്പോൾ ഞാൻ 3 മുട്ടയാണ് ഈ 1.5 കപ്പ് മൈദയ്ക്ക് വേണ്ടിയിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മുട്ട ചേർക്കുമ്പം ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക. ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം അടുത്തത് ചേർക്കുക. അങ്ങനെ 3 മുട്ട ചേർത്ത് കൊടുക്കുക. ബട്ടർ പോലെ തന്നെ മുട്ടയും റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ആദ്യത്തെ മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് അതിനകത്തേക്ക് യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം 2ാമത്തെ മുട്ട ചേർത്ത് ഇതുപോലെ തന്നെ ചെയ്യുക. വീണ്ടും 3ാമത്തെ മുട്ട ചേർക്കുക. ഇപ്പോൾ ആ 3 മുട്ടയും അതിനകത്തേക്ക് നന്നായിട്ട് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ്. അപ്പോൾ ആ മുട്ടയുടെയൊക്കെ മണത്തിൻ്റെ ഒരു കുത്തലുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഈ വാനില എസൻസ് ചേർക്കുന്നത് സഹായിക്കും. അതും കൂടെ ഇതിനകത്തേക്ക് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ മൈദയും ബേക്കിംഗ് പൗഡറും ഉപ്പും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ കൂട്ടാണ്. അപ്പോൾ ആ കൂട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്. പകരം കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തുകൊണ്ട് യോജിപ്പിച്ചെടുക്കണം. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ചിലപ്പോൾ കട്ട കിട്ടും. അതുപോലെ തന്നെ നന്നായിട്ട് മിക്സായി കിട്ടണമെന്നുമില്ല. അപ്പോൾ ഒന്നെങ്കിൽ ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പാച്ചില ഉപയോഗിച്ച് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. ബീറ്ററാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ലോ സ്പീഡിലിട്ട് ജസ്റ്റ് അതൊന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമേ ബീറ്റ് ചെയ്യാവുള്ളൂ. ഒരിക്കലും ഓവർ ബീറ്റ് ചെയ്യരുത് കേട്ടോ മൈദ ചേർത്തതിന് ശേഷം. ആ മൈദയും
അതിനകത്തേക്ക് നന്നായിട്ട് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം നമ്മുടെ ബാറ്റർ കുറച്ചൊരു തിക്കായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ഇത്രയും അങ്ങ് കട്ടിയുള്ളൊരു ബാറ്റർ അല്ല വേണ്ടത്. അപ്പോൾ കുറച്ചൊന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് റൂം ടെമ്പറേച്ചറിലുള്ള പാലും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇതിനകത്തേക്ക് ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഫൈനലായിട്ടുള്ള ആ ഒരു കൺസിസ്റ്റൻസി കാണിച്ചു തരാം ബാറ്ററിൻ്റെ. അപ്പം നിങ്ങൾ ആ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്ന രീതിയിൽ ആവശ്യത്തിനുള്ള പാല് ചേർത്ത് കൊടുക്കുക. ഇനി ബീറ്റർ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ബീറ്റർ മാറ്റി വയ്ക്കാം. ബാക്കിയുള്ള മിക്സിങ് ഒരു സ്പാച്ചില ഉപയോഗിച്ചിട്ട് ചെയ്താൽ മതിയാവും. സ്പാച്ചില ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അപ്പം ഇതാണ് നമ്മുടെ ബാറ്ററിന് വേണ്ടുന്ന ആ ഒരു പരുവം. നല്ല ക്രീമി ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസി. ഒത്തിരി അങ്ങ് ഒഴുകി വീഴുന്ന പോലത്തെ ആ ഒരു കൺസിസ്റ്റൻസി അല്ല, നല്ല ക്രീമി ആയിട്ടിരിക്കുന്നു. ഞാനിതുപോലൊരു റെക്റ്റാങ്കുലർ കേക്ക് ടിനാണ് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ചുറ്റും ബട്ടറൊക്കെ ഒന്ന് തൂത്തിട്ട് ഇതുപോലൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുമ്പോൾ മുകളിലേക്ക് ഈ കാണുന്ന പോലെ തന്നെ 2 സൈഡിലേക്കും കുറച്ചൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഒരല്പം മാത്രം മതി കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കേക്ക് ബേക്ക് ചെയ്ത് കഴിയുമ്പം ഈ പാനിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് ഈ കേക്കിൻ്റെ ബാറ്റർ ഈ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഈ സ്പാച്ചില ഉപയോഗിച്ച് തന്നെ ഒന്ന് ലെവലാക്കി എടുക്കണം. അതിനുശേഷം 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിനകത്ത് എന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാറാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മളിത് ഓവനിലേക്ക് വെച്ച് ബേക്ക് ചെയ്യാൻ പോവാണ്. അപ്പം ബേക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് കൺവെക്ഷൻ ഓവൻ 10 മിനിറ്റ് 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടാവണം. ആ പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വേണം ഈ ബേക്കിംഗ് ടിൻ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഒരു 30 മുതൽ 40 മിനിറ്റ് വരെ 180 ഡിഗ്രിയിൽ തന്നെ ഇത് ബേക്ക് ചെയ്തെടുക്കുക. അപ്പം ഓരോ ഓവൻ അനുസരിച്ചിട്ടും അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന കേക്ക് ടിന്നിനനുസരിച്ചിട്ടും ഈ ബേക്കിംഗ് ടൈമിൽ കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ ബേക്കായി വന്നിട്ടുണ്ട്. എനിക്കിത് 40 മിനിറ്റ് എടുത്തു ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. പുറമേ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ഇനി അകം വെന്തിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ക്യൂവറോ ടൂത്ത് പിക്കോ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കുക. അത് ക്ലീൻ ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അകവും നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. ഇപ്പം അത് നന്ന ക്ലീൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അകവും നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്ക് ബേക്കിംഗ് ടിന്നിൽ നിന്ന് പുറത്തെടുത്തിട്ട് കട്ട് ചെയ്യാം. കണ്ടോ, ആ ബേക്കിംഗ് പേപ്പർ അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇത് ടിന്നിൽ നിന്ന് പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ കേക്ക് ഇരിക്കുന്നത്. സൈഡൊക്കെ കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അടിയൊന്നും കരിഞ്ഞൊന്നും പോയിട്ടില്ല. ഇനി നമുക്ക് കട്ട് ചെയ്തും കൂടെ നോക്കാം. ആദ്യം നമുക്ക് ഈ സൈഡിലത്തെ ഒരു പീസ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. കണ്ടോ, കട്ട് ചെയ്യുമ്പം തന്നെ അറിയാൻ പറ്റുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നതെന്ന്. അകത്തെ ടെക്സ്ചർ ആണെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് വലിയൊരു പീസും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടുള്ള ബട്ടർ കേക്ക്. അപ്പം എല്ലാവരും മറക്കാതെ ഇത് ട്രൈ ചെയ്ത് നോക്കുക. അധികം സമയമൊന്നും എടുക്കാതെ തന്നെ നല്ല ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു കേക്കാണ്. അപ്പം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതായത് ഇൻഗ്രീഡിയൻസ് ഒക്കെ റൂം ടെമ്പറേച്ചറിലായിരിക്കണം, പിന്നെ ഓവർ ബീറ്റിങ് പാടില്ല. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ കേക്ക് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ ഓവൻ ഇല്ലാത്തവർക്കും ഇത് ചെയ്യാം കേട്ടോ. ഓവൻ ഇല്ലാതെ കേക്ക് ബേക്ക് ചെയ്യുന്ന രീതി ഇതിനു മുമ്പ് പല വീഡിയോസിലായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. വീണ്ടും ഒരു റെപ്പറ്റീഷൻ ആവണ്ടെന്ന് കരുതിയാണ് ഇതിനകത്ത് കാണിക്കാതിരുന്നത്. അപ്പം ഞാൻ ആ വീഡിയോസിൻ്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം നിങ്ങൾക്ക് ഈ റെസിപ്പികളൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾക്ക് അറിയുന്നവരും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും വിട്ടുപോകരുത്.
വീണ്ടും ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പികളുമായിട്ട് വരാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.